ഇക്കൊല്ല ചക്കേൻ്റെ സീസണായിട്ടുണ്ടല്ലേ, ചക്ക കിട്ടിയിട്ടാണെന്നൊരു ബേജാറുണ്ടായി. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു നല്ല വലിയൊരു ചക്ക കിട്ടീനോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചക്കപ്പ ചൂടണമെന്ന് നോക്കാം. നമുക്ക് ചക്കപ്പ എങ്ങനെ ചൂടുന്നതെന്ന് ചൊല്ലിയിട്ട് ഞമ്മ എങ്ങനെ ചക്കപ്പ ചൂടുന്നത് അത് ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ട് ചൂടുന്നത് ചക്കപ്പ. ചില ആൾ മറ്റേ പത്തലിൻ്റെ അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചുടുന്നുണ്ട്, പൂങ്ങലരി വെച്ചിട്ടല്ലോ. ഇത് കുറച്ച് നല്ല ഫ്രഷ് ചക്കക്കുരു എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ കറിയാക്കാനായിട്ട് ചക്കക്കുരു മാറ്റി വെക്കുന്നുണ്ടോ. അപ്പോൾ ചക്കൻ്റെ ചോലെല്ലാം എടുത്തിട്ടുണ്ടല്ലേ, നല്ല ഫ്രഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കൈറ്റെല്ലാം വെള്ളം ആറ്റിയിട്ടെല്ലാം വെക്കണോ. എന്നിട്ട് ഒരു തേങ്ങനെ ഇങ്ങനെ കൊത്ത് കൊത്താക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണത്ര പച്ചരി വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്തിട്ട് വെച്ചിനോ. അതിൻ്റെ ശേഷം അരക്കുമ്പോൾ വെല്ലവും ചക്കവും ഒന്നാകെ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. ഞാനാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ജാതിക്കൻ്റെ ഇല ഉണ്ടല്ലോ, ഈ ഇല വെച്ചിട്ട് ഞാൻ ആക്കുന്നതോ. ചില ആൾ ഉപ്പിലിക്കാൻ്റെ ഇല വെച്ചിട്ടെല്ലാം ആക്കലുണ്ട്. അങ്ങനെയും ആക്കീന്, ഞാൻ 2 ഇല വെച്ചിട്ടും ആക്കീന്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫേവറേറ്റ് നല്ല കളറെല്ലാം ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല പാങ്ങാവാൻ ഞാൻ ഈ ജാതിക്കൻ്റെ ഇല യൂസ് ആക്കലുണ്ടാവും. അപ്പോൾ ഇതിലാക്കിയിട്ടാകുമ്പോൾ അപ്പോൾ നല്ല പാങ്ങും ഉണ്ടാകുന്നു. പിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണോ. കുറേ വെള്ളമാവാനും കഴിയില്ല, കുറേ തിക്കാവാനും കഴിയില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പിട്ട് ഈ ഇലയിൽ ഇട്ടിട്ട് നല്ല പോലെ ഫോൾഡ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടൊരു 1/2 hour ഉണ്ടല്ലേ ബേക്കാൻ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റായ ചക്കപ്പ റെഡി ആയിട്ടുണ്ടാവും. ചക്ക കിട്ടിയിട്ടാകുമ്പോൾ ചില ആൾക്ക് ഭയങ്കര ചക്കപ്പ ചൂടാൻ ഭയങ്കര കഷ്ടമുണ്ട്, കുറേ പണിയുണ്ട്. പക്ഷെ റിയലായിട്ട് നോക്കാൻ ചക്കപ്പ ആക്കാനല്ല ബേനോ, ചക്കനെ മുറിച്ചിട്ട് ക്ലീൻ ആക്കാനുണ്ട്. ഇത് ഭയങ്കര ബേനായിട്ടുണ്ടാകും. ക്ലീൻ ആക്കാൻ ഒരാൾ പൊരിയലുണ്ടെങ്കിൽ ഉണ്ടല്ലേ ആ ചക്കപ്പ ചൂടാൻ ഞമ്മക്കൊരു എളുപ്പമായിട്ട് കിട്ടുന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചക്ക ഉണ്ടല്ലേ കിട്ടിയിട്ടാകുമ്പോൾ എല്ലാം ഫുള്ള് ക്ലീൻ ആക്കി തരലും ഉമ്മാവോ. അപ്പോൾ ഉമ്മ എല്ലാം ചക്ക ക്ലീൻ ആക്കിയിട്ടെല്ലാം തരൂ. അതിനെ ഞാൻ അങ്ങനെ ചക്കപ്പ ഇല്ലേ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ള ചക്കപ്പ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മധുരം ഇല്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് ഇടണോ, നമ്മൾ ആവശ്യത്തിനുണ്ടോ മധുരം ഇടണോ. അപ്പോൾ ചിലത് ചപ്പാവലെല്ലാം ഉണ്ട്, ചിലത് മധുരം കുറയലെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല മധുരത്തിൻ്റെ ചക്ക ആണെങ്കിൽ അതനുസരിച്ചിട്ട് ബെല്ലെല്ലാം ഇടണോ. മധുരം ഇല്ലാത്ത ചക്ക ആണെങ്കിൽ കുറച്ച് അധികം തന്നെ ബെല്ലം ഇട്ടിട്ട് ആക്കണം. എന്നാൽ അതിലേക്കൊരു സ്വീറ്റെല്ലാം കിട്ടും.